പരിക്കിൽ നിന്ന് മോചിതനായി കളിക്കളത്തിൽ തിരിച്ചെത്തിയ മെസ്സി ഗോളും അസിസ്റ്റുമായി വരവറിയിച്ചു. നായകൻ മെസ്സിയുടെ ഇരട്ട ഗോൾ കരുത്തിൽ ഇന്ന് MLS-ൽ ഇന്റർ മയാമി ഫിലാഡൽഫിയയെ പരാജയപ്പെടുത്തി. 1-3 ഗോളുകൾക്കായിരുന്നു ഇന്റർ മയാമിയുടെ വിജയം. 2-ാം മിനിറ്റിൽ മത്സരത്തിൽ പിന്നിൽ പോയ ശേഷം ഇന്റർ മയാമി തിരിച്ചു വരികയായിരുന്നു. കോപ്പ അമേരിക്ക ഫൈനലിൽ പരിക്കേറ്റ മെസ്സി 2 മാസത്തിനു ശേഷം ഇന്നാണ് കളത്തിലെത്തിയത്. ലൂയിസ് സുവാരസ്, സെർജിയോ ബുസ്കറ്റ്സ്, ജോർഡി ആൽബ എന്നിവർക്കൊപ്പം ഫസ്റ്റ് 11-ൽ തന്നെ മെസ്സി കളത്തിലെത്തി. എന്നാൽ മത്സരം തുടങ്ങി 2-ാം മിനിറ്റിൽ തന്നെ മിഗേലിൻ്റെ ഗോളിലൂടെ ഫിലാഡൽഫിയ ലീഡെടുത്തു. എന്നാൽ 26-ാം മിനിറ്റിൽ ലൂയിസ് സുവാരസിൻ്റെ അസിസ്റ്റിൽ മനോഹരമായ ഒരു വലങ്കാലൻ ഷോട്ടിലൂടെ മെസ്സി ഇന്റർ മയാമിയെ ഒപ്പമെത്തിച്ചു. തൊട്ടു പിന്നാലെ മെസ്സി മയാമിയെ മുന്നിലെത്തിച്ചു. 30-ാം മിനിറ്റിൽ ജോർഡി ആൽബയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു മെസ്സിയുടെ ഗോൾ. സ്കോർ 2-1. ആദ്യ പകുതി അവസാനിക്കും മുൻപ് ഒരു തവണ കൂടി ഇന്റർ മയാമി ലക്ഷ്യം കണ്ടെങ്കിലും VAR പരിശോധനയിൽ ഗോൾ നിഷേധിച്ചു. 2-ാം പകുതിയിൽ ഗോൾ പിറന്നതാവട്ടെ ഇഞ്ചുറി ടൈമിൽ. മെസ്സിയുടെ അസിസ്റ്റിൽ ലൂയിസ് സുവാരസ് ഇന്റർ മയാമിയുടെ വിജയം പൂർത്തിയാക്കുകയായിരുന്നു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 63% ബോൾ പൊസിഷൻ ഇന്റർ മയാമിക്കായിരുന്നു. 9 ഷോട്ടുകളാണ് ഇന്റർ മയാമി ആകെ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 584 പാസുകൾ. 88% കൃത്യതയോടെ ഇന്റർ മയാമി പൂർത്തിയാക്കി. 21 ഷോട്ടുകളാണ് ഫിലാഡൽഫിയ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. ജയത്തോടെ MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇന്റർ മയാമി 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 28 കളികളിൽ 62 പോയിന്റാണ് ഇന്റർ മയാമിക്കുള്ളത്. 2-ാം സ്ഥാനക്കാരുമായി 10 പോയിന്റിന് ലീഡ് ഇന്റർ മയാമിക്കുണ്ട്. സെപ്റ്റംബർ 19-ന് അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരായാണ് ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.